ബ്രദർ, ഈ സിസ്റ്ററിന്റെ പേര് തുളസി എന്നാണ്. ഓക്കെ. തൃശ്ശൂർ ചൊവ്വൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഓക്കെ. 9 വർഷങ്ങൾക്ക് മുൻപ് സിസ്റ്റർക്ക് ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് സിസ്റ്ററുടെ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റുകയുണ്ടായി. ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റി. എന്നാൽ കഴിഞ്ഞ നവംബർ മാസത്തിൽ സിസ്റ്റർക്ക് അതിനെ തുടർന്ന് ശ്വാസമുട്ടലും ബുദ്ധിമുട്ടുകളും ഉണ്ടായതിനെ തുടർന്ന് ഡോക്ടർ മരുന്ന് കൊടുത്തിരുന്നു. മാറിയില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞിരുന്നു. എന്നാൽ സിസ്റ്റർ നമ്മുടെ നവംബർ മാസം പബ്ലിക് മീറ്റിങ്ങിന് വന്ന് ബ്രദർ പ്രാർത്ഥിച്ചു. സിസ്റ്റർ പൂർണ്ണമായി സൗഖ്യമാക്കിയെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ലങ്സ് നോർമലായി. ലങ്സ് കുറച്ച് മുറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിനും ബാക്കിനും ഓരോ വാരിയല് കളഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഫ്രണ്ടിനും ബാക്കിനും ഓരോ വാരിയല് കളഞ്ഞു. അതിനു മുമ്പ് ഒരു വാരിയലും കളഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷന്റെ അന്ന് ഫ്രണ്ടിലെയും ബാക്കിലെയും ഒരു വാരിയലും എടുത്തു കളഞ്ഞു. 2 ലങ്സിന്റെ ഒരു ഭാഗം എടുത്തു കളഞ്ഞു. ഓക്കെ. അതിനുശേഷം എനിക്ക് എന്നും ഈ പറഞ്ഞ മാതിരി ശ്വാസമുട്ടലും എനിക്ക് പാട്ട് പാടി ആരാധിക്കാൻ കഴിയില്ല. ചെറിയ സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. സ്വാഭാവികമല്ല, ശ്വാസകോശത്തിന്റെ ഒരു ഭാഗമില്ല. എന്നിട്ട് പിന്നെ എനിക്ക് അതൊന്നും ഞാൻ വകവെക്കാണ്ട് വിളിക്കാൻ തുടങ്ങും. എങ്കിലും എനിക്ക് ഈ നവംബറിൽ ഇത്തിരി കൂടുതലായെങ്കിലും കൂടിയിട്ട് ഞാൻ അതൊന്നും വില വെച്ചില്ല. തീരെ കെടുപ്പിലായപ്പോ എൻ്റെ ആൾ പറഞ്ഞു, നീ എന്തായാലും ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ദിവസം ഈ ഗുളിക മരുന്ന് കഴിച്ചതിന് ശേഷം കുറവില്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കിടത്താൻ പറഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സിൽ നല്ല ധൈര്യം ഉണ്ടായിരുന്നു. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ധൈര്യത്തിൽ ഞാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവം എന്നെ ആശുപത്രിയിൽ കെടുത്തില്ല എന്നുള്ള ധൈര്യത്തോടുകൂടി ഞാൻ ഇന്ന് ചേച്ചിക്ക് ഇത്രയും ധൈര്യം ഉണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ അങ്ങ് പ്രാർത്ഥിച്ചാൽ 2 വാരിയല്ല് മുമ്പിലെയും പുറകിലെയും എടുത്തു കളഞ്ഞു എന്നാ പറഞ്ഞ് നമ്മളിന്ന് പ്രാർത്ഥിക്കുകയാണ്. 2 വാരിയല്ലും കൂടെ ഉണ്ടാവട്ടെ. ഒന്ന് എഴുന്നേറ്റ് തന്നെ ആ നെഞ്ചിലോട്ടൊന്ന് കൈവച്ചേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന ഒരു സ്വർഗത്തെയാണ് ഞങ്ങൾക്ക് പരിചയമുള്ളത്. കർത്താവേ, വാരിയല്ല് എടുത്തു കളഞ്ഞു എന്ന് പറയുന്ന സ്ഥലത്ത് പുതിയ 2 വാരിയല്ലുകൾ ഉണ്ടാകട്ടെ. അപ്പ ലങ്സുകൾ മുറിച്ചു മാറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് ആ മുറിച്ചു മാറ്റിയ ലങ്സിന് പകരം പുതിയ ലങ്സുകൾ ഉണ്ടാകട്ടെ. ഇദ്ദേഹത്തിന് നീ കൊടുത്ത സൗഖ്യത്തിന് നന്ദി അപ്പ. എന്നാൽ അതോടൊപ്പം തന്നെ വാരികൾ ഉണ്ടായി എന്ന് കേൾക്കട്ടെ. യേശുവിന്റെ മഹത്വം അതിന്റെ മേൽ വെളിപ്പെടട്ടെ. താങ്ക് യു ചേച്ചി. ഞാൻ പറഞ്ഞു വിടുമ്പോൾ എനിക്ക് കാണാനുള്ള 2 മുട്ടില് ഒരു മുട്ടില് ചില പ്രശ്നങ്ങളുണ്ട്. അതിപ്പോ സൗഖ്യമാവും, ഇപ്പൊ തീരും. ഇന്നത് സൗഖ്യമാവോ? ഇപ്പോ സൗഖ്യമാവോ? അടുത്ത മാസം നമുക്ക് അത് സാക്ഷ്യം പറയാം. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സന്തോഷത്തോടെ പോയിട്ട്